ഈ അരികിൽ കുറേ പച്ചമുന്തിരിയുടെ തോട്ടം കണ്ടിട്ടോ. അപ്പോൾ ആ വീട്ടുകാരോട് ഒന്ന് ഫോട്ടോ എടുക്കാം. ഹലോ ഗൈസ്, നമ്മളങ്ങനെ രാവിലെ തന്നെ കർണാടകയിലെ വിജയപുര അഥവാ ബീജാപൂരിലെ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബൈക്ക് ട്രിപ്പ് തുടങ്ങിയിട്ട് ഇന്ന് 4ാമത്തെ ദിവസമാണ്. അപ്പോൾ വീഡിയോസ് ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാൻ മറക്കണ്ട. ആദ്യം തന്നെ നമ്മൾ പോകുന്നത് നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്ന തൊട്ടടുത്തുണ്ടായിരുന്ന ബാരാകമാൻ എന്ന സ്ഥലത്തേക്ക്. ബാരാകമാൻ എന്ന് പറയുന്നത് വിജയപുരയിലെ അതിപ്രസിദ്ധമായ സ്മാരകങ്ങളിലൊന്നാണ്. ഇതിൽ ആദിൽ ഷാഹി വംശത്തിലെ 12ാമത്തെ ഭരണാധികാരിയായ അലി ആദിൽ ഷാ രണ്ടാമന്റെ ശവകുടീരമായി 1672 പണിയാൻ ആരംഭിച്ചതാണ്. ബാര എന്ന് പറഞ്ഞാൽ 12 എന്നും കമാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളവുള്ള കമാനം എന്നുമാണ് അർത്ഥം. അതുകൊണ്ടാണ് ഇതിന് പേര് ലഭിച്ചത്. അലി ആദിൽ ഷാ രണ്ടാമൻ തന്റെ കബറിന് മുകളിൽ 12 കമാനുകൾ ഉയരുന്ന അതിശയകരമായ ഒരു സ്മാരകം പണിയാനാണ് ആഗ്രഹിച്ചത്. എന്നാൽ കെട്ടിടം പൂർത്തിയാകുന്നതിന് മുന്നേ തന്നെ അദ്ദേഹം മരിച്ചു. പിന്നീട് അദ്ദേഹത്തിന്റെ പിതാവ് ഈ നിർമ്മാണം നിർത്തിവെക്കാനായിട്ട് ഉത്തരവിട്ടു. അതിനാൽ ഇന്നും ഈ സ്മാരകം പൂർത്തിയാകാതെയാണുള്ളത്. ബാര കമാനിലെ ഭീമൻ കല്ലുകൊണ്ടുള്ള കമാനുകൾ ആകാശത്തേക്ക് ഉയർന്ന അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ബാര കമാനിലെ കാഴ്ചകളൊക്കെ കണ്ട ശേഷം നമ്മൾ ഇനി അടുത്തതായിട്ട് പോകുന്നത് ഇവിടെ നിന്നും 1.5 കിലോമീറ്റർ മാറിയിട്ടുള്ള ഗോൾ ഗുംബസ് എന്ന സ്ഥലത്തേക്കാണ്. അവിടെ ചെന്ന് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലേക്ക് കയറുകയാണ്. ഗോൾ ഗുംബസ് എന്ന് പറയുന്നത് വിജയപുരയിലെ അതിപ്രശസ്തമായ ഒരു ചരിത്ര സ്മാരകമാണ്. ദക്ഷിണേന്ത്യയിലെ മുസ്ലിം ഭരണകാലത്തെ അതിശയകരമായ സ്തൂപങ്ങളിലൊന്നും ആദിൽ ഷാഹി സാമ്രാജ്യത്തിന്റെ ഗൗരവത്തിന്റെ പ്രതീകവുമാണിത്. ഇന്ത്യയിലെ 2ാമത്തെ വലിയ ഗുംബദാണിത്. അതിന്റെ ശബ്ദ പ്രതിഫലന മായാജാലവും ആകർഷകമായിട്ടുള്ള ആർക്കിടെക്ചറും ചേർന്ന് വല്ലാത്തൊരു വിസ്മയമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഗോൾ ഗുംബസ് പണിതത് ആദിൽ ഷാഹി വംശത്തിലെ അവസാന ഭരണാധികാരിയായിരുന്ന മുഹമ്മദ് ആദിൽ ഷായുടെ ശവകുടീരമായിട്ടാണ്. 1656 ഇതിന് നിർമ്മാണം പൂർത്തിയായി. ഗോൾ എന്നത് വൃത്താകൃതി എന്നും ഗുംബസ് എന്നത് ഗുംബദ് അല്ലെങ്കിൽ ഡോം അതായത് ഗോപുരം എന്നുമാണ് അർത്ഥം. ഈ സ്മാരകത്തിന്റെ നിർമ്മാണം യാക്കൂദ് ഓഫ് ദബുൾ എന്ന ആർക്കിടെക്റ്റാണ് കേട്ടോ മേൽനോട്ടം വഹിച്ചത്. ആർക്കിടെക്ചർ പേഴ്സിയൻ ഡക്കനി ശൈലികൾക്കുള്ള മനോഹര ഒരു സംയോജനമാണ്. കെട്ടിടത്തിന്റെ വിസ്തീർണം വിസ്മയിപ്പിക്കുന്നതാണ്. ഏകദേശം 6000 ചതുരശ്ര മീറ്റർ പ്രദേശത്താണ് ഇതുള്ളത്. ഇതിന്റെ മേധാവിയായ ഗുംബദ് 44 മീറ്റർ വ്യാസമുള്ളതാണ്. പണി കഴിപ്പിക്കാൻ ഉപയോഗിച്ചത് പൂർണ്ണമായും കല്ലുകളും ചുണ്ണാമ്പും മിശ്രിതവുമാണ്. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്വതന്ത്ര ഗുംബദുകളിൽ ഒന്നായിട്ട് കണക്കാക്കപ്പെടുന്നത്. നമ്മളതിന് അകത്ത് കയറി ഇവിടെ ഏതായാലും ചെരുപ്പ് വെക്കാനുള്ള സ്റ്റാൻഡ് വെളിയിലുണ്ട്. അപ്പോൾ നമ്മൾ ചെരുപ്പ് ഇവിടെ വെക്കാനുണ്ടോ. നമ്മൾ എവിടെ പോകുമ്പോഴും കാണാം സ്റ്റാൻഡ് ഇത്ര ഉണ്ടെങ്കിലും വരുന്ന ആൾക്കാരൊക്കെ സ്റ്റാൻഡിൽ വെക്കാതെ വെളിയിലെ ചെരുപ്പ് വെക്കുള്ളൂ കേട്ടോ. ഇവിടെ അതേ കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. 6 അടി താഴെയാണ് ഇതിന്റെ ബേസ് വരുന്നത്. Grandson, 2 granddaughter now. Ito na is cover. ഈ കബറിടങ്ങളൊക്കെ ഇവിടെയല്ല, ഇതിന്റെ അടിയിലാണ് ശരിക്കായിട്ടുള്ളത്. മേലെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ ഉള്ളൂ. പ്രത്യേക സ്റ്റെപ്പ്. നല്ല ഹൈറ്റ് ഉണ്ടല്ലോ, ഒരാൾക്ക് കഷ്ടിച്ച് കയറില്ല. ഗോൾ ഗുംബസിന്റെ ഏറ്റവും ആകർഷകമായ ഭാഗം എന്ന് പറയുന്നത് അതിന്റെ വിസ്പറിംഗ് ഗാലറിയാണ്. ഗുംബസിന് മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ ഗാലറി നിൽക്കുമ്പോൾ ഒരാൾ പറഞ്ഞ ചെറിയൊരു വാക്ക് പോലും എതിർവശത്തേക്ക് 7 തവണയിലായിട്ട് പ്രതിഫലിച്ച് കേൾക്കാൻ കഴിയും. ഗാലറിയുടെ ഉള്ളിൽ കയറാൻ പോവാണ് നമ്മള്. വിസ്പറിംഗ് ഗാലറി. അങ്ങ് താഴേന്ന് വരുന്ന സൗണ്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ കേൾക്കാട്ടോ. വിസ്പറിംഗ് ഗാലറിയിൽ ഓരോരുത്തരുണ്ടാക്കുന്ന സൗണ്ട് ഇങ്ങനെ പലതവണയായിട്ട് പ്രതിധ്വനിച്ച് വരുന്നതാണ് നമ്മൾ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ആൾക്കാർക്കൊക്കെ തന്നെ ഈ ഒരു വിസ്പറിംഗ് ഗാലറി ഭയങ്കര ഒരു അത്ഭുത സംഭവം തന്നെയാണ് കേട്ടോ. ഇതിന് മുകളിൽ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വിജയപുര ടൗൺ ഏകദേശം പൂർണ്ണമായിട്ട് കാണാൻ സാധിക്കും. നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഈ കെട്ടിടത്തിനുള്ളിൽ മുഹമ്മദ് ആദിൽ ഷായുടെയും കുടുംബാംഗങ്ങളുടെയൊക്കെ കബറുകളുണ്ട് കേട്ടോ.
ഈ കെട്ടിടത്തിനകത്ത് ഫുള്ളൊരു പ്രത്യേകതരം തണുപ്പാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മൾ ഈ പുറകെ കാണുന്ന ഈ 7 നിലകളൊക്കെ കയറി വിസ്പറിൻ ഗാലറിയൊക്കെ കണ്ട് തിരിച്ച് താഴേക്ക് എത്തിയിട്ട് രാവിലെ തന്നെ നല്ലൊരു എക്സസൈസ് ആയിരുന്നു. നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു ഓരോ സ്റ്റെപ്പിനും. ഒരാൾക്ക് കഷ്ടി കയറാനും ഇറങ്ങാനും കഴിയുന്ന ഒരു ഇതായിരുന്നു. അങ്ങനെ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഗോൾ ഗുംബസിലെ കാഴ്ചകളൊക്കെ കണ്ട ശേഷം നമ്മളിനി അവിടെ നിന്നും 2.6 കിലോമീറ്റർ മാറിയിട്ടുള്ള ശിവഗിരി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ പോയിട്ടുള്ളത്. അവിടെ ചെന്നപ്പോൾ നമ്മൾ കാണാത്ത എന്തൊക്കെ ഐറ്റംസ് വിൽക്കാൻ വെച്ചിരിക്കുന്നുണ്ട്. പേര് ചോദിച്ചാണ്, പക്ഷേ ഞാൻ മറന്നുപോയി. അങ്ങനെ ഇവിടെ ചെന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 20 രൂപയാണ് കേട്ടോ ടിക്കറ്റ് നിരക്ക് വരുന്നത്. ശിവഗിരി ക്ഷേത്രം എന്ന് പറയുന്നത് വിജയപുരയിലെ ഒരു ആകർഷകമായ സ്ഥലങ്ങളിൽ ഒന്നാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഭീമാകാരമായ ഒരു ശിവന്റെ പ്രതിമ ഉണ്ടെന്നുള്ളതാണ്. ഏകദേശം 85 അടി ഉയരാണ് കേട്ടോ ആ ശിവപ്രതിമയ്ക്കുള്ളത്. അത്രയും ഭംഗിയുള്ളൊരു ശിവപ്രതിമയാണ്. ഈ ശിവഗിരി ക്ഷേത്രം എന്ന് പറയുന്നത് വിജയപുര നഗരത്തിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ ദൂരത്തിലാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രം 21-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ നിർമ്മിച്ചതാണ്. അങ്ങനെ നമ്മൾ ഈ ശിവപ്രതിമയുടെ ഫ്രണ്ടിലേക്ക് എത്തിയിട്ടോ. ഈ ശിവപ്രതിമ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ശിവപ്രതിമകളിൽ ഒന്നാണ്. കല്ലുകൊണ്ടാണ് കേട്ടോ ഇതിന്റെ നിർമ്മാണം. അതിലെ പ്രതിമയുടെ മുഖഭാവം തന്നെ അത്യന്തം ശാന്തവും ദിവ്യവുമാണ്. ഇരിക്കുന്ന രൂപത്തിലാണ് കേട്ടോ ശിവനുള്ളത്. ഇവിടെ ഇങ്ങനെ കുറേ കാഴ്ചകളൊക്കെ കാണാനുണ്ട്. കാരണം പാർക്ക് പോലെ കുറേ സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ നടക്കുകയാണ് കേട്ടോ. നല്ലപോലെ ഫോട്ടോസൊക്കെ എടുക്കാനുള്ള ഒരു സ്പോട്ടൊക്കെയാണ്. നല്ലൊരു രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട ശേഷം നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് പോവാണ്. സത്യം പറഞ്ഞാൽ റൂട്ട് തെറ്റിയിട്ട് നമ്മൾ എവിടെയോ എത്തിയതാണ് കേട്ടോ ഇത്. ഇവിടെ ഉള്ളിൽ ലേഡീസിന് കയറാൻ പറ്റില്ല. അപ്പോൾ ഞാനിവിടെ വെളിയിൽ നിന്നൊക്കെ കണ്ടു. അച്ചോട്ടൻ അതിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ട്. നമ്മളങ്ങനെ താജ് ബാവടി എന്നുള്ള സ്ഥലത്തെത്തിട്ടോ. നടുവിൽ സ്ക്വയറായിട്ട് കുളമാണുള്ളത്. ഇവിടെ ഇത്ര കാണാനുള്ളൂ കേട്ടോ. ഗേറ്റിൻ്റെ വെളിയിൽ നിന്നുള്ള കാണുന്നതേ ഉള്ളൂ. പിന്നെ മറ്റൊരു സ്ഥലത്തേക്ക് പോകും. അടുത്തായിട്ട് നമ്മൾ പോകുന്നത് വിജയപുരയിലെ ഏറ്റവും പ്രശസ്തമായ മറ്റൊരു സ്ഥലത്തേക്കാണ് കേട്ടോ. ഇബ്രാഹിം റോസയിലേക്കാണ്. അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 25 രൂപയാണ് വരുന്നത്. അപ്പോൾ അങ്ങോട്ട് കയറുന്നതിന് മുന്നേ നമ്മുടെ കയ്യിൽ കവറുള്ളതുകൊണ്ട് കവറിനകത്ത് ഭക്ഷണ ഐറ്റംസ് വല്ലതും ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് സെക്യൂരിറ്റി പരിശോധിക്കുന്നത്. ഇല്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം നമ്മളങ്ങനെ ഉള്ളിലേക്ക് കയറി. ഇബ്രാഹിം റോസ എന്ന് പറയുന്നത് വിജയപുരയിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള സ്മാരകങ്ങളിൽ ഒന്നാണ് കേട്ടോ. ദക്ഷിണേന്ത്യയിലെ താജ്മഹൽ എന്നാണ് ഈ ഒരു സ്മാരകത്തെ വിളിക്കപ്പെടുന്നത്. അതിൻ്റെ അതുല്യമായിട്ടുള്ള ശില്പകലയും ആർക്കിടെക്ചറും കൊണ്ട് ലോകം മുഴുവൻ ഈ ഒരു സംഭവം പ്രസിദ്ധമാണ്. ചെരുപ്പൊക്കെ വെളിയിൽ വെച്ചിട്ട് നമ്മൾ ഏതായാലും ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ. ആദിൽ ഷാഹി സാമ്രാജ്യത്തിൻ്റെ കാലത്തെ ശില്പകലയുടെ മികവിൻ്റെ ഒരു അത്ഭുത കൃതിയാണ് ഈ ഇബ്രാഹിം റോസ എന്ന് പറയുന്നത്. അതിൻ്റെ കൂപ്പും മിനാരുകളും കണ്ട് നമ്മൾക്ക് തന്നെ ഒരു വിസ്മയം തോന്നിട്ടോ. ഈ ഒരു കവാടത്തിലൂടെ കടന്ന് ഇങ്ങനെ വെളിയിലേക്ക് വരുമ്പം ഈ ഒരു രൂപങ്ങൾ നമ്മുടെ മുന്നിലേക്ക് തെളിഞ്ഞു വരുന്നത് കാണാനായിട്ട് ഭയങ്കര രസമാണ് കേട്ടോ. നമ്മൾ നല്ല രാവിലെ വന്നുകൊണ്ട് തന്നെ ഇവിടെ തിരക്ക് കുറവാണ്. അങ്ങനെയുള്ള സമയത്താണ് നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്നത്. ഇബ്രാഹിം റോസ പണിതത് ആദിൽ ഷാഹി വംശത്തിലെ ഭരണാധികാരിയായിരുന്ന ഇബ്രാഹിം ആദിൽ ഷാ രണ്ടാമൻ്റെ ശവകുടീരമായിട്ടാണ്. നിർമ്മാണം ഏകദേശം 17-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ആരംഭിച്ച് 1626-ലാണ് കേട്ടോ പൂർത്തിയായത്. ഇത് രൂപകൽപ്പന ചെയ്തത് പ്രശസ്ത ആർക്കിടെക്റ്റ് ആയിരുന്ന മലിക് സന്തൽ ആണ്. ഈ സ്മാരകത്തിൻ്റെ ശൈലി എന്ന് പറയുന്നത് ഇസ്ലാമിക്, പേഴ്സിയൻ, ഡക്കനീസ് ശില്പകലയുടെ സമന്വയമായിട്ടാണ്. ഇതിൻ്റെ സമാനതകൾ കൊണ്ടാണ് ഇതിനെ പലരും ദക്ഷിണേന്ത്യയിലെ താജ്മഹൽ എന്ന് വിളിക്കുന്നത്. ഇതിനെ 2 പ്രധാന ഭാഗങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ മസ്ജിദാണ്, പള്ളിയാണ്. പിന്നെ രണ്ടാമത്തത് റൗസ എന്ന് പറയും, അതായത് ശവകുടീരമാണ്. രണ്ടും ചേർന്ന് നിൽക്കുന്ന ഈ ഒരു ആകൃതിയാണ് ഇതിനെ അതുല്യമാക്കുന്നത്. ഇബ്രാഹിം റോസയുടെ പ്രധാന ഒരു ആകർഷണം എന്ന് പറയുന്നത് അതിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള കൊത്തുപണിയാണ്. കറുത്ത ബസാൾട്ട് കല്ലിൽ കൊത്തിയ മനോഹരമായിട്ടുള്ള വാതിലുകളും ജനലുകളും അത്യന്തം മനോഹരം തന്നെയാണ്. ഗുംബദിൻ്റെ മുകളിലുള്ള കൊത്തുപണികളും മിനാരുകളുടെ രൂപകൽപ്പനയും അതിസുന്ദരമായിട്ട് തന്നെയാണ് ഇവിടെ പണിതിരിക്കുന്നത്. അകത്ത് ഇബ്രാഹിം ആദിൽ ഷായുടെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും കബറുകളുണ്ട്. മസ്ജിദിൻ്റെ ഭാഗം ഇപ്പോഴും മതപരമായിട്ടുള്ള പ്രാധാന്യമുള്ളതാണ്. ചുറ്റുമുള്ള ഉദ്യാനങ്ങളും തോടുകളും സ്ഥലത്തിന് ഒരു രാജസമാനമായിട്ടുള്ള ഭംഗി നൽകുന്നുണ്ട്.
ഇബ്രാഹിം റോസയുടെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം 11 മണിയൊക്കെ കഴിഞ്ഞിട്ടോ. രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഏതായാലും ഭക്ഷണം കഴിക്കാൻ കയറിയതാണ്. അങ്ങനെ ഏതായാലും ബ്രേക്ക്ഫാസ്റ്റ് സമയമൊക്കെ കഴിഞ്ഞുകൊണ്ട് കർണാടക സ്റ്റൈൽ ഒരു ബിരിയാണി തന്നെ കഴിച്ചേക്കാൻ ഓർത്തിട്ടോ. നല്ല സ്പൈസി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ബിരിയാണി തന്നെയായിരുന്നു. കർണാടക സ്റ്റൈൽ ബിരിയാണി അങ്ങനെ നമ്മൾ വിജയപുരയിൽ നിന്ന് ചെക്കൗട്ടൊക്കെ ചെയ്ത് ഇനി മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ കേട്ടോ. വഴിയരികിൽ കുറേ പച്ചമുന്തിരിയുടെ തോട്ടം കണ്ടിട്ടോ. അപ്പോൾ ആ വീട്ടുകാരോട് ഒന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുമെന്ന് ചോദിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. എടുക്കാം. പച്ചമുന്തിരിയുടെ തോട്ടം കേട്ടോ. പാകമായി വരുന്നതേ ഉള്ളൂ. താഴെ ഇങ്ങനെ ഉഴുതിട്ടിരിക്കാൻ തോന്നുന്നു. നടക്കാൻ ലേശം പാടുണ്ട്. പച്ചമുന്തിരിയുടെ തോട്ടത്തിലൊക്കെ അങ്ങനെ ഇറങ്ങി നടന്നു കേട്ടോ. ഈ ഒരു കാഴ്ചയാണ് നല്ല രസമല്ലേ. പക്ഷെ മുന്തിരിയൊക്കെ ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത ശേഷം നമ്മൾ പിന്നെ യാത്ര തുടരുകയാണ്. ഇവിടെ നീണ്ടു നിവർന്ന് മുന്തിരിത്തോട്ടി കയറി ഒരു കുറേ ഉണ്ട്. അങ്ങനെ ചെന്നൈയിൽ നിന്ന് ആരംഭിച്ചിട്ടുള്ള നമ്മുടെ 17 ദിവസത്തെ ബൈക്ക് യാത്ര 4ാമത്തെ ദിവസം ആയപ്പോഴേക്കും കർണാടകയിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് അങ്ങനെ മഹാരാഷ്ട്ര ബോർഡറിലേക്ക് കയറാണ് കേട്ടോ. അപ്പോൾ വീഡിയോസ് ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ യാത്രയിൽ കൂടെ കൂടാൻ മറക്കല്ലേ. ബൈ.